1. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏത്? ഉത്തരം ബി. തെങ്ങ്. 2. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഉത്തരം സി. ചണ്ഡീഗഡ്. 3. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഉത്തരം ബി. ഗ്രാമസഭ. 4. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം. ഉത്തരം ഡി. 1961. 5. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം എ. ആസാം. 6. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായി നികുതി. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായി നികുതി. ഉത്തരം ബി. വിൽപ്പന നികുതി. 7. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ഉത്തരം സി. താപ്തി. 8. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ഉത്തരം ബി. ശിവജി. 9. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഉത്തരം ഡി. കൻവർ സിംഗ്. 10. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം. ഉത്തരം എ. 2005. 11. കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി. ഉത്തരം ബി. നിവേദിത പി. ഹരൻ. 12. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല. ഉത്തരം സി. റൂർക്കല. 13. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഉത്തരം ഡി. 5. 14. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതു വർഷമാണ്? ഉത്തരം എ. 2013. 15. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ഡി. താലൂക്ക്. 16. 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ. 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ. ഉത്തരം ബി. വെസ്റ്റ് ഇൻഡീസ്. 17. വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? ഉത്തരം സി. പണ്ഡിത രമാബായി. 18. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? ഉത്തരം എ. വിവരാവകാശ നിയമം. 19. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? ഉത്തരം ബി. ഏപ്രിൽ 5, 1957. 20. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? ഉത്തരം ഡി. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 21. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി. ഉത്തരം ബി. അലാവുദ്ദീൻ ഖിൽജി. 22. ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം എ. ദാരിദ്ര്യം. 23. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ഉത്തരം സി. ജൂണോ.
24 ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ഉത്തരം ഡി. ജയന്തി പട്നായിക്. 25 ഹിത പരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഏത്? ഹിത പരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യം ഏത്? ഉത്തരം ബി. ബ്രിട്ടൻ. 26 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ബി. ഫസൽ അലി. 27 ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്ന ആക്കിയത്? ഉത്തരം ബി. കാനഡ. 28 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര്? ഉത്തരം ഡി. ബീഗം ഹസ്രത്ത് മഹൽ. 29 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഉത്തരം ഡി. 35. 30 ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം. ഉത്തരം സി. 1947. 31 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഉത്തരം ബി. വ്യാഴം. 32 ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം എ. ഐസക് ന്യൂട്ടൺ. 33 സൗരസ്ഫടികത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? ഉത്തരം ഡി. ചുവപ്പ്. 34 അലുമിനിയത്തിന്റെ അയിര് ഏത്? അലുമിനിയത്തിന്റെ അയിര് ഏത്? ഉത്തരം ബി. ബോക്സൈറ്റ്. 35 ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഉത്തരം സി. ഇലക്ട്രോൺ. 36 ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഉത്തരം എ. ഓക്സിജൻ. 37 ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഉത്തരം ഡി. ഗതികോർജം. 38 താപത്തിന്റെ യൂണിറ്റ് ഏത്? താപത്തിന്റെ യൂണിറ്റ് ഏത്? ഉത്തരം സി. ജൂൾ. 39 ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ശബ്ദത്തിന്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ഉത്തരം ബി. ഡെസിബൽ മീറ്റർ. 40 ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ഉത്തരം ഡി. വോക്കാലൈറ്റ്. 42 വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ബി. റിക്കറ്റ്സ്. 43 കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം സി. പീച്ചി. 44 ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ഉത്തരം ഡി. ബാക്ടീരിയ. 45 കേരള വനം നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? ഉത്തരം എ. 1961. 46 മീനമാത ദുരന്തത്തിനു കാരണമായ രാസവസ്തു ഏത്? മീനമാത ദുരന്തത്തിനു കാരണമായ രാസവസ്തു ഏത്? ഉത്തരം ബി. മീഥൈൽ മെർക്കുറി. 47 ആൽക്കകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൽക്കകളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സി. ഫൈക്കോളജി. 48 കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? ഇത് 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അന്ന് ശ്രീമതി കെ ശൈലജ ആയിരുന്നു. ഇന്ന് ശ്രീമതി വീണ ജോർജാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി. 49 ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണുള്ളത്. എവിടെയാണുള്ളത്? ഉത്തരം എ. തെന്മല. 50 അന്താരാഷ്ട്ര പയറുവർഷമായി ആചരിച്ച വർഷം. അന്താരാഷ്ട്ര പയറുവർഷമായി ആചരിച്ച വർഷം. ഉത്തരം ബി. 2016.